ഒന്നിൽ പോലും ഇവിടുത്തെ ജനങ്ങളാരും നെഗറ്റീവായതിന് ചീത്തയായ ഭാഷയിൽ ഒരു കമൻ്റ് ഇട്ട് കാണാനില്ല. നമ്മളെ ഭരണവിഭാഗവും ജനങ്ങളും ഒരുപോലെയാണ്. ഭരണഭാഗം നിങ്ങൾക്കറിയാം, മന്ത്രിമാർ പറയുന്ന ഭാഷ നിങ്ങൾ കേട്ടില്ലേ? കാമായി ഓ പ കെ ച പ മ ഏതെങ്കിലും അക്ഷരം ഉപയോഗിക്കാത്തതുണ്ടോ? ഇല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ ചെന്നിട്ടുള്ള വർത്താനം എനിക്ക് ഈ മീഡിയയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് തനിയും അത് തന്നെയാണ്. അപ്പം ഈ അതോറിറ്റിയോടും ഈ സർക്കാരിനോടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമിക്കാതെ വയ്യ. അത് ഏത് പറഞ്ഞപ്പോൾ മോഡിയുടെ പേര് പറഞ്ഞാലും യോഗിയുടെ പേര് പറഞ്ഞാലും അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ മറന്നുകൊണ്ട് ഇവിടെ വന്നാൽ നമുക്ക് ആ രാഷ്ട്രീയം പറയാൻ കഴിയില്ല. കാരണം ഇവിടെ കിട്ടുന്ന ഫെസിലിറ്റി നമുക്ക് അങ്ങനെയാണ്. എന്താ പറയുക, ഒരു മനുഷ്യന് ഇവിടെ വരുന്ന സന്ദർശകന് ഇവിടുത്തെ അതിഥിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു സ്വീകരണത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഈ കുംഭമേള 2025. നമസ്കാരം, നന്ദി. ഞാൻ ശിവൻ പട്ടാമ്പി. പേര്? എൻ്റെ പേര് ശിവൻ പട്ടാമ്പി. ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിൽ നിന്നാണ് കുംഭമേള കാണാൻ വേണ്ടിയിട്ട് മിനിയാന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. ഇവിടെ വന്നിട്ട് അങ്ങേക്കുണ്ടായ അനുഭവം ഒന്ന് പറയാം. അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് ആ വീക്ഷണകോണിലെ കുംഭമേളയെ നോക്കി കാണുന്ന കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നു. ഏതാണ്ട് നമ്മളിവിടെ കാണുന്നപ്പോൾ നമ്മൾ യാത്ര ചെയ്തു 30ഓളം കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു കുംഭമേള വേദി, ഒരു ഡിസ്ട്രിക്ട് ഫോം ചെയ്തിരിക്കുന്ന. ഇഞ്ച് ബൈ ഇഞ്ച് മോണിറ്റർഡാണ്. ഇഞ്ച് ബൈ ഇഞ്ച് ഇവിടെ സെക്യൂറാണ്. സെക്യൂരിറ്റി സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, മിലിറ്ററി ഉണ്ട്, വെള്ളമുണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ആ ടോയ്ലറ്റ് ഇഞ്ച് ബൈ ഇഞ്ച് ഇവിടെ കൃത്യമായി ക്ലീൻ ചെയ്യുന്ന സംവിധാനം ഇവിടെയുണ്ട്. പിന്നെ യാത്രാ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ടെമ്പററി ക്രിയേറ്റ് ചെയ്ത റോഡിൽ ഒരു ശകലം പോലും വെഹിക്കിൾ ആക്സിഡൻറ്റോ വെഹിക്കിൾ ഈ മണലിനകത്ത് ആണ്ടുപോകുന്ന സൗകര്യമില്ലാതെ വെൽ സ്റ്റീൽ കൺസ്ട്രക്റ്റഡ് ആയിട്ട് ടെമ്പററി റോഡ് നമുക്കിവിടെ കാണാനുണ്ട്. നമ്മുടെ നാട്ടിൽ ഹൈവേ പോലും കിട്ടാത്ത വിധത്തിൽ യാത്ര ചെയ്യുന്നു. അതേമാതിരി പോലീസുകാർ മിലിറ്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നലെ പറയാൻ തോന്നിയത് നമ്മുടെ സഹോദരന്മാർ പോലെയാണ് അവർ പെരുമാറുന്നത്. ശരിക്കും അങ്ങനെ ആയിപ്പോയി ആ ഒരു പെരുമാറ്റം. നമ്മളെ കണ്ട് എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംശയം തീർത്തു തരില്ല, നമ്മളെ കൂടെ നിന്ന് സഹായിക്കുകയാണ്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കൂട്ടുകാരൻ തന്നെ യാത്ര ഒരു ശകലം വഴി അറിയാണ്ട് മൂപ്പര് കൂട്ടി കൊണ്ടുപോവാണ്. ഇന്നലെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് കാണുമ്പോൾ ഞങ്ങൾ ബൈക്കിൽ പോകുന്ന ആൾ എല്ലാവരും ഇവിടെ ട്രെയിൻഡാണ്. ബൈക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ടാക്സി ഓട്ടോറിക്ഷ ഇവരൊക്കെ കാശ് നമ്മൾ വലിയ കാശ് പറയുമെങ്കിലും പെശകി കഴിഞ്ഞാൽ ലോ റേറ്റിന് നമുക്ക് ഈ സർവീസ് തരുന്നുണ്ട്. അപ്പോൾ മിനിയാന്ന് ഞങ്ങളിവിടെ വന്നിറങ്ങിയ ശേഷം നിങ്ങൾക്കറിയാം ഫഫാമ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്, റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ വാക്കിംഗ് കിലോമീറ്റർ 7 കിലോമീറ്ററാണ്, ബൈ റോഡ് 20 ചില്ലറ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഈ സാധനം ഞങ്ങളിവിടുത്തെ 1000 രൂപ വെച്ചൊക്കെ പെർ ഹെഡ് പറഞ്ഞു. അവസാനം 200 രൂപയ്ക്കാണ് ബൈക്കുകാരൻ ഞങ്ങൾ ഈ സ്പോട്ടിൽ കൊടുന്നു വിട്ടത്. ഈ 200 രൂപയ്ക്ക് ഇവിടെ കൊടുന്നു വിട്ട ദൂരം എന്ന് പറഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു വണ്ടിയോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ചുരുങ്ങിയത് 2000 രൂപ കൊടുക്കണം. 2000 രൂപ. ഞാൻ ഡിസ്റ്റൻസ് ഇപ്പോൾ കാണിച്ചു തരാം, എൻ്റെ കൂടെ വരികയാണെങ്കിൽ കാണിച്ചു തരാം. ഈ ഓടിയ രൂപ 2000 രൂപ പോരാ. എന്നിട്ട് 200 രൂപ കൊടുത്ത് ഞങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് വിഷമം തോന്നി രാത്രി. കാരണം രാത്രി 1 മണിക്കാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ബൈക്കുകാരൻ ചുറ്റി അത് വഴി മുഴുവൻ അവർക്കും അറിയില്ല. കാരണം ടെമ്പററി കൺസൾട്ട് ചോദിച്ച് വന്ന് ഞങ്ങൾ കൃത്യം ഇതായി ഗേറ്റിനകത്ത് ഇറക്കി വിട്ടു. അവരെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപ നിങ്ങളോട് തന്നാൽ 200 രൂപ മതി എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ 100 രൂപ വെച്ച് പെർ ഹെഡ് കൊടുക്കുക കൂടി ചെയ്തു. ശരിക്കും ഞങ്ങൾ തൊഴുതു. അതുപോലെ നമ്മളിവിടെ പോലീസാണെങ്കിലും മിലിറ്ററി ആണെങ്കിലും സെക്യൂരിറ്റി സംവിധാനങ്ങളാണെങ്കിലും ഇപ്പം നമ്മൾ ഇവിടെ തൊട്ട് മുമ്പത്തെ കാഴ്ച കൂടി നിങ്ങൾ ഇൻസെർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ 4 റോഡുകളിൽ ശരിക്കും തിങ്ങിയാണ് ജനം. ലക്ഷക്കണക്കിനെന്ന് പറയല്ലേ, ലക്ഷക്കണക്കിന് നമ്മൾ മുമ്പിൽ കാണാനാവും. തിങ്ങിയാണ് വരുന്നത്. ആ വരുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവുമില്ലാതെ സ്നാനഘട്ടിലെത്തുമ്പോൾ നമ്മളൊക്കെ വീട്ടിലെ തറവാട്ട് കുളത്തിൽ കുളിക്കുന്ന പോലെ കംഫർട്ടായിട്ട് നമുക്കിവിടെ വന്ന് സ്നാനം ചെയ്യാനും ആ സ്നാനം ചെയ്ത് നമുക്ക് മേളിൽ കയറി ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. ഡ്രസ് ചേഞ്ചിങ് ഫെസിലിറ്റി ഉണ്ട്. അത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാനവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയൊക്കെ ഈ സ്നാനം കഴിഞ്ഞ് കയറി സന്തോഷമായിട്ടിരിക്കുകയാണ്. വിവിധ നാട് ദേശ വ്യത്യാസമില്ലാതെ വന്ന ആളുകൾ, നമ്മൾ മലയാളികളെ പരിചയപ്പെട്ടു, ഹിന്ദിക്കാരെ ഡൽഹിക്കാരെ പരിചയപ്പെട്ടു. സമാധാനമായി ഒരു കുടുംബത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് സംസാരിക്കില്ലേ, അതേമാതിരി സ്നാനഘട്ടിലിരുന്ന് സംസാരിച്ചാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും തിക്കും തിരക്കുമുള്ള സ്നാനഘട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 15ഓളം കിലോമീറ്റർ വരും തോന്നുന്നു. അത്രയും നീളമുള്ള സ്നാനഘട്ടിൽ ഈ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ യാതൊരു പ്രയാസവുമില്ലാതെയാണ് ഇവിടെ നമുക്ക് സ്നാനം ചെയ്യാൻ സമ്മതിക്കും. ഞങ്ങളെ തള്ളി മാറ്റുന്നില്ല, അവിടെ ഉന്തി തള്ളുന്നില്ല, നമ്മളവിടെ ക്ഷേത്ര സമുച്ചയങ്ങളിലുള്ള പോലെ തെറി പറയുന്നില്ല, വായി തോന്നിയ വർത്തമാനങ്ങൾ പറയുന്നില്ല. അവർ നമ്മളെ ചേർത്ത് പിടിച്ച സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും ഉണ്ട് ഇവിടെ ഓർഡിനറി ടിക്കറ്റ് എടുത്തും ട്രെയിൻ കിട്ടാതെയും അലഞ്ഞും തിരിഞ്ഞും തിക്കും തിരക്കും ഒക്കെ സഹിച്ച് ഇവിടെ വന്നിട്ട് ഈ സ്നാനത്തിൽ നമ്മൾ ഇറങ്ങിച്ചേരുമ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം മറക്കും.
ഇവിടെ നമുക്ക് പറയാൻ ഇവിടെ ഒരു ക്ഷേത്രമില്ല, ക്ഷേത്ര അധികാരികളില്ല, ഒരു പ്രതിഷ്ഠയില്ല, ഒന്നുമില്ല, ഒരു അതോറിറ്റി ഇല്ല നമുക്കിവിടെ മാനേജ് ചെയ്യാൻ. പക്ഷേ ചെയ്യുന്ന സർക്കാരിൻ്റെ ഈ സേവനങ്ങൾ നമുക്ക് വിസ്മരിക്കാനാവില്ല. 35 കിലോമീറ്ററിനകത്ത് ഈ ഒരു വില്ലേജ് ഉണ്ടാക്കി ഇത് പ്ലാൻ ചെയ്തത് ചെറിയൊരു പ്ലാനല്ല. കുംഭമേളയൊക്കെ നമ്മളവിടെ പറഞ്ഞ് പല ഭാഷയിലും നമ്മൾ അധിക്ഷേപിക്കാറുണ്ട്. ശരിക്കും ഇവിടെ വന്ന ഒരാൾക്ക് വാക്കുകൊണ്ട് ഭാഷ കൊണ്ട് നിഷേധിക്കാനാവില്ല. അതുപോലെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ, ഈ മീറ്റർ കണക്കിന് ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. അത് മണിക്കൂർ കണക്കിന് വന്നിട്ട് അതാത് സമയത്ത് ക്ലീൻ ചെയ്യാനുള്ള സക്ഷൻ സംവിധാനങ്ങളുണ്ട്, ക്ലീൻനെസ് ഉണ്ട്, വാട്ടറുണ്ട്. അതേസമയത്ത് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുന്ന സൗകര്യങ്ങളുണ്ട്. ഭക്ഷണം ഫ്രീ കിട്ടുന്ന ഭക്ഷണമല്ല, ശരിക്കും പറഞ്ഞാൽ വിശിഷ്ടമായ ഭക്ഷണം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന സുന്ദരമായ ഭക്ഷണം. നിങ്ങൾ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അടുക്കളയുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. നമുക്ക് വെള്ളം വേണ്ടവർക്ക് ATM വാട്ടറിൽ എടുക്കാനുള്ള ആ സൗകര്യമുണ്ട്, കുടിവെള്ള സൗകര്യമുണ്ട്. മറ്റ് ഇവിടെ വന്നു പോകുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത്രയും വലിയൊരു ഏരിയയിൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യും. മീറ്റർ ബൈ മീറ്റർ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. അത് കയറി സ്വസ്ഥത നമ്മൾ ഇവിടെ അടക്കം, ഇതിനുള്ളിലടക്കം അത് നല്ല നീറ്റായി വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനും. തിരക്കിൻ്റെ പരിമിതികളുണ്ട്, എന്നാലും അത് നമുക്കൊരു പ്രയാസമാവാതെ, നമുക്കൊരു അറപ്പ് തോന്നാതെ, വെറുപ്പ് തോന്നാതെ ഇവിടെ വന്ന് ദർശനം നടത്താം. പിന്നെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനം, ഇവിടെ പോലീസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടുത്തെ സ്പെഷ്യൽ സ്ക്വാഡ്, സർക്കാരിൻ്റെ അധികാരികൾ നല്ല അലർട്ടാണ്. എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ, ഒരാളെ മിസ്സായി കഴിഞ്ഞാൽ മിനിറ്റുകൾക്ക് അത് നമുക്കറിയാം ആധികാരികമായി റെക്കോർഡ് ചെയ്തുകൊണ്ട് AI മറ്റ് സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉപയോഗിച്ച് റിക്കവർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ അതിനൊരു സ്പെഷ്യൽ ലോസ്റ്റ് ആൻഡ് റിക്കവർ എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വെറുതെ പറയുമല്ല, അവിടുത്തെ AI ഇടുന്ന കമ്പ്യൂട്ടറിൽ ഈ മിസ്സിങ് ആയ ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട പ്രയാസം എന്താണോ എന്ന് രജിസ്റ്റർ ചെയ്ത് ബാർകോഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ റെസീറ്റ് തരുമെന്ന് മാത്രമല്ല, അതേ സമയത്ത് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തും അവർ എൻക്വയറി ചെയ്തും ആ സാധനം നമുക്ക് റിക്കവർ ചെയ്ത് തരുന്നുണ്ട്. റിക്കവർ ചെയ്തത് മാത്രമല്ല, അത് അക്നോളജ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുംഭമേള വേദിയിൽ ചെന്നറിയാം, അവിടെ അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം അതാത് സമയത്ത് സ്റ്റാറ്റസ് അവിടെ വൈഡായി ഈ 30 കിലോമീറ്റർ എന്ന എല്ലാ സ്ഥലത്തും മൈക്ക് വെച്ചിട്ടുള്ള അനൗൺസ്മെൻറ്റിലൂടെ ഈ ഇൻഫർമേഷൻ തിരിച്ചും തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സുതാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. അതിന് പുറമെ സെക്യൂരിറ്റി സംവിധാനം, ഹെൽത്ത് പ്രോബ്ലം, നിറയെ ആംബുലൻസ് ഉണ്ട്. ഏതൊരു സ്ഥലത്തും എമർജൻസി ആക്ഷൻ നടത്താൻ തയ്യാറായതാണ് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച ഒരു ആക്സിഡൻറ്റ് എനിക്കൊന്ന് വയ്യാതെ ചെയ്യുന്നിരിക്കാം, നമ്മളിവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, വാഹനങ്ങളും, തിരക്കും എല്ലാം സെക്കൻഡുകൾക്കും ഇവാക്യുവേറ്റ് ചെയ്ത് ഇവിടെ വന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയുമുണ്ട്. ഇപ്പോൾ ഞാൻ ഇനി നിൽക്കുന്നിടത്ത് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വാഹനം എത്താൻ പറ്റില്ല, നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല എന്നിരിക്കുക, ഒന്നുമില്ല, എയർപിക്ക് ചെയ്യും. ഇതാ എടുക്കുന്നയാൾ കണ്ടു. ഇന്നലെ എൻ്റെ സുഹൃത്തുക്കൾ ത്രിവേണി സംഗമത്തിൽ പോകുന്ന സമയത്ത് ഒരാൾക്ക് ഹാർട്ട് സംബന്ധമായി ചെറിയൊരു പെയിൻ അനുഭവപ്പെട്ടു, അത് പരിധി വിട്ട് പോകുകയെന്ന് ബോധ്യമായി. അവർ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. മിനിറ്റുകൾക്കകം ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ബോട്ടുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ 50 മീറ്റർ ദൂരേക്ക് ടപ്പെന്ന്, ശരിക്കും പറഞ്ഞാൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ പോലും കഴിയില്ല, അത്ര വേഗം അവർ മാറിക്കൊടുക്കുകയാണ് ആ സ്ഥലം. അതിന് മുമ്പ് 4 പുറം വഴി ഒഴിവാക്കി. ശരിക്കും 1 മിനിറ്റ് നമ്മൾ എവിടുന്ന് വരുന്നു എന്ന് പോലും അറിയില്ല. അത്രയും നേരം കൊണ്ട് സ്പീഡ് ബോട്ട് അവിടേക്ക് ഷൂന്ന് വരലും പൊക്കലും ഇയാളെ പൊക്കിയെടുത്ത് പോലും കഴിഞ്ഞു. നോക്കൂ, ഈ കോടിക്കണക്കിന് എന്താണ് ആളുകൾ വരുന്ന തിരക്കിനകത്ത് ഇത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്താ ഇതിനൊക്കെ പറയുക? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് നടത്തുന്ന അധികാരികളോടും ഈ അതോറിറ്റിയോടും ഈ സർക്കാരിനോടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമിക്കാതെ വയ്യ. അത് ഏത് പറഞ്ഞാൽ മോഡിയുടെ പേര് പറഞ്ഞാലും യോഗിയുടെ പേര് പറഞ്ഞാലും അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ മറന്നുകൊണ്ട് ഇവിടെ വന്നാൽ നമുക്ക് ആ രാഷ്ട്രീയം പറയാൻ കഴിയില്ല. കാരണം ഇവിടെ കിട്ടുന്ന ഫെസിലിറ്റി നമുക്ക് അങ്ങനെയാണ്. എന്താ പറയുക, ഒരു മനുഷ്യന് ഇവിടെ വരുന്ന സന്ദർശകന് ഇവിടുത്തെ അതിഥിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു സ്വീകരണത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഈ കുംഭമേള 2025. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ വന്ന ഒന്നിനും നമ്മളോട് ഒരു പിരിവോ കാര്യങ്ങളോ ഇപ്പം നമുക്കറിയാം. നിങ്ങൾ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ചാർജ് വാങ്ങിക്കുന്നില്ല, പെറ്റി അടിക്കുന്നില്ല, ഫൈൻ അടിക്കുന്നില്ല. നിങ്ങൾ ഒന്നിനും ഇവിടുത്തെ അതോറിറ്റി നമ്മളെ ഇങ്ങോട്ട് ഇന്റർഫിയർ ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ 5 റുപ്യ വേണം ഇവിടെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ വന്ന ശേഷം 1 രൂപ പിരിവ് കൊടുത്തിട്ടില്ല. ഞാൻ അറിയാം, എൻ്റെ ഇഷ്ടത്തിന് വല്ല ദക്ഷിണയോ ആർക്കെങ്കിലും ദാനമോ കൊടുക്കുക എന്നല്ലാതെ ഇന്ന് വരെ ഇവിടുത്തെ ഒരു അതോറിറ്റി, ഇവിടുത്തെ സർക്കാർ അടങ്ങുന്ന ഇവിടുത്തെ ഇതിൻ്റെ ഭരണസമിതി, ഈ നടത്തിപ്പുകാർ, ഇതിൻ്റെ പ്ലാനിങ് സംവിധാനങ്ങൾ 1 രൂപ പോലും ഞങ്ങളുടെ അടുത്ത് പിരിവ് വാങ്ങിച്ചിട്ടില്ല. ഇത്രയും കോടിക്കണക്കിന് ആളുകളെ ഇത്രയും അക്കോമഡേറ്റ് ചെയ്ത് സംവിധാനം ചെയ്യുമ്പോൾ ഇതിൻ്റെ ചിലവൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സാധാരണ നമ്മൾ കേരളത്തിൽ വെച്ച് ഒന്നും വേണ്ട, ഒരു 10,000 ആൾ കൂടുന്ന ഒരു ക്ഷേത്ര പ്രോഗ്രാം നമ്മൾ മാനേജ് ചെയ്യാൻ എത്ര കഷ്ടപ്പെടുന്നു ഇല്ലേ? ശരിയല്ലേ? ശരിയാണ്. അവർക്ക് എന്ത് സുരക്ഷിതത്വം കൊടുക്കുന്നു? ഇപ്പം നമ്മൾ കാണുന്നതാണ് തൃശ്ശൂർ പൂരമുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ പട്ടാമ്പി നേർച്ചയുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും വന്നാൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഇല്ല. ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ദയനീയമായി തോന്നി. ഇവിടെ കുംഭമേള വേദിയിൽ ദൂരെ നമ്മൾ ഈ പരിധിക്കൊക്കെ പുറത്ത് പുഴയുടെ തീരത്ത് ഏതോ സന്യാസി പോയി എന്താ പറയുക വെളിക്കിരിക്കാൻ പുറപ്പെട്ട ഫോട്ടോ ഇട്ടുകൊണ്ട് ഇതാ കുംഭമേള ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ പച്ചയായ ഭാഷ എനിക്ക്
ഊഴാൻ പോലും സൗകര്യമില്ലാതെയാണോ മോഡി ഇതൊരുക്കിയത്, മറ്റേ യോഗി ഇതൊരുക്കിയത്? എന്ത് കുംഭമേളയെന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ പോലും ഇവിടെ എന്തെങ്കിലും ടോയ്ലറ്റ് പോകാനോ മറ്റെന്തെങ്കിലും പ്രാഥമിക കർമ്മങ്ങൾക്കോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് തികയില്ല, അടുത്ത സ്പോട്ടിൽ നമ്മളെത്തും. ഇല്ലേ? കാണുന്നതല്ലേ അത് തൊട്ടടുത്ത്? തീർച്ചയായിട്ടും. ഇല്ലേ? അത് ടോയ്ലറ്റ് ആണെങ്കിലും ലേഡീസ് ടോയ്ലറ്റ് വേറെ ഉണ്ട്, സ്ത്രീകൾക്കാണെങ്കിൽ മറ്റേ കുട്ടികൾക്ക് ഫീഡിങ് സൗകര്യങ്ങൾ ഇതാ തൊട്ടടുത്ത്. നമ്മൾ മുമ്പിൽ നിന്ന് തുടങ്ങുന്നു. ഓരോ യാത്ര ചെയ്യുന്ന സ്ഥലത്തും ഭക്ഷണം, സുരക്ഷാ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം എന്താണ് ടോയ്ലറ്റുകളും അതേമാതിരി എന്താ പറയുക കുളിക്കാനും ഡ്രസ്സ് മാറ്റാനും ഒക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അതേമാതിരി എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം നമ്മൾ സ്നാനഘട്ടമാണ്. സ്നാനഘട്ടം ആലോചിച്ച് വിവിധ കാലദേശാന്തരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകളും ചെറുപ്പക്കാർ കുട്ടികളും, ഞാനിവിടെ ചെല്ലുമ്പോൾ ഒരു 50% മേൽ യുവത്വമാർന്ന കുട്ടികളും സ്ത്രീകളുമാണ് അവിടെ വരുന്നത്. 50% എന്നല്ല, ശരിക്കും അതിലും കൂടുതൽ ഇല്ലേ? എനിക്ക് ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തു. നമ്മുടെ ഒരുപാട് വികലമായ ചിന്തകളെ മാറ്റി നിർത്താൻ അവിടെ വികലതയില്ല. ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ഞാൻ ശ്രദ്ധിച്ചു, അവർ സ്നാനം ചെയ്യുന്ന സ്ത്രീകൾ എന്തുമാത്രം സ്വാതന്ത്ര്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. ആരെങ്കിലും അനാവശ്യമായുള്ള നോട്ടങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, കണ്ട് മനസ്സിലാക്കേണ്ടതാണത്. ആലോചിച്ച് നോക്കൂ. ഞാൻ ശ്രദ്ധിച്ചു, നോക്കി നിന്നു. ഞാൻ ശ്രദ്ധിച്ചു, ഒരുപാട് ശ്രദ്ധിച്ചു. ആരെങ്കിലും അനാവശ്യമായിട്ട് നമ്മുടെ വീട്ടിൽ പോലും ആ സ്വാതന്ത്ര്യം ഇല്ലാന്ന് തന്റേടമായിട്ടാണ് വീട്ടിൽ പോലും ആ സ്വാതന്ത്ര്യം ഇല്ലാന്ന്. അല്ല, അതല്ല, എത്ര തന്റേടത്തോടെയാണ് അവര് ആ വേഷം മാറാനും. അപ്പൊ അതായത് അവിടെ മറിച്ചൊരു ചിന്താഗതി ഇല്ല, മറിച്ചൊരു അപ്രോച്ച് അവിടെ ഇല്ല. അതല്ലേ ശരി? സത്യം. ഇപ്പം നമ്മൾ അവർ സ്വകാര്യതയ്ക്ക്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു മനോഭാവം നോക്കൂ. അവർ സ്വകാര്യതയ്ക്ക് ചെറിയൊരു ഭംഗം വന്നു കഴിഞ്ഞാൽ അവരെത്ര വൈബ്രേറ്റ് ചെയ്യുന്നു. അവരാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, കാരണം അവർക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങളെ അങ്ങനെ ആരും നോക്കില്ല. ഞാനൊക്കെ ശ്രദ്ധിച്ചു. ഞാൻ ഈ ക്യാമറയും വെച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാനത്തിലുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് വീഡിയോ ഉണ്ട്. അതിന് ഒരു മടിയില്ലാതെയാണ് അവർ, കാരണം അവരുടെ മനസ്സിൽ മറ്റൊരു ചിന്താഗതി ഇല്ല. നമ്മളത് വീഡിയോ എടുത്തത് കാരണം ദൂരെ നിന്നുള്ള വീഡിയോകൾ എടുത്തു, ഒരിക്കലും അത് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകൾ നമ്മൾ എടുത്തിട്ടില്ല. കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഈ ഒരു കാഴ്ച കാണണം, അതിനായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ സമീപനം നമുക്ക് തീർച്ചയായിട്ടും. നിങ്ങൾ ആലോചിച്ചു, സ്ത്രീകൾ അവർ സ്വകാര്യതയ്ക്ക് ചെറിയ പോറലായിരിക്കുമെങ്കിൽ നമുക്കൊരു സാമീപ്യം തരും. ആലോചിച്ച് നോക്കും. തീർച്ചയായിട്ടും കുഴപ്പമില്ല, ഒരിക്കലുമില്ല. ഇതൊക്കെ എവിടുന്നാ കാണാൻ പറ്റും? കാരണം ഇത് ഒരുപാട് പാഠമാണ് കേട്ടോ. ഇതൊന്ന് വിശദമായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച കാര്യം അതല്ല. ഇപ്പം നമുക്ക് നിസാരം നമ്മളുടെ നാട്ടിലെ ഒരു സ്ത്രീകളുടെ ഒരു ഫോട്ടോ ഇട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, നിസാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴേ വരുന്ന കമൻറ്റുകൾ അങ്ങ് വായിച്ചിട്ടുണ്ടോ? ഇനിയും പറഞ്ഞുതരാം. അത് നിങ്ങൾ പറയുമ്പോഴാണ് ഓർക്കുന്നത്. നമ്മളെ കേരളത്തെ സംബന്ധിക്കുന്ന, കേരളത്തിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് സർക്കാരിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ പോസ്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇനി നോക്കുക. ഇനി ഞാൻ അതിൻ്റെ കോൺട്രാസ്റ്റ് ചെയ്യുക ഒരു വിഷയമാണ്. ഈ സ്റ്റേറ്റ് ഈ കുംഭമേള നടത്തുന്നുണ്ട്, സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട്, സ്വന്തം വെബ്സൈറ്റ് ഉണ്ട്, യോഗിക്കാണെങ്കിലും മോഡിക്കാണെങ്കിലും സ്വന്തം ചാനലുകളുണ്ട്, മീഡിയ സംവിധാനങ്ങളുണ്ട്. അതിന് പുറമെ ഇവിടുത്തെ പ്രൊമോഷൻ സംവിധാനങ്ങൾ വേറെയുണ്ട്, പ്രൈവറ്റ് ചാനലുകളുണ്ട്. ഇതിലൊക്കെ ഈ കുംഭമേളയെ പറ്റി ഈ സ്റ്റേറ്റുകളിൽ വരുന്ന പോസ്റ്റുകളിൽ ഒരു നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. ഇല്ല, ഒരു നെഗറ്റീവ് കമൻ്റ്. നമ്മളെ മലയാളിയുടെ സംസ്കാര ഭാഷയിൽ വരുന്ന ഒരു കമൻറ്റ് ഞാൻ അരിച്ചു പെറുക്കി, മനസ്സിലായി, എൻ്റെ ഇഷ്ടംപോലെ സ്ക്രീൻഷോട്ട് ഉണ്ട്, അരിച്ചു പെറുക്കി. അതിനെതിരെ നെഗറ്റീവായ ഭാഷയിൽ ഒരു കമൻറ്റ് പോലും ഇല്ല. അതിന് എന്ത് ചെയ്യുമ്പോൾ, ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ജനങ്ങൾ, അവരുടെ സംസ്കാരം നോക്കും. നമ്മളെന്ത് ബുദ്ധിജീവികളാണ്. ഇനി ഞാൻ ശ്രദ്ധിച്ചു കമൻറ്റുകളിൽ അവർക്ക് പറയാനുള്ള പ്രതിഷേധം, എതിരായ അഭിപ്രായം, അതൊരു സാത്വിക ഭാഷയിലാണ് പറയുന്നത്. അതെ, ഇതല്ല കേട്ടോ, അല്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ആ പോസ്റ്റുകൾ വായിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. വളരെ മോശമായ നമ്മൾ നികൃഷ്ടമായ ശരിക്കും കാ ചാ പാ മാ എന്നൊക്കെ പറയുന്ന ഭാഷയിൽ നമ്മൾ മലയാളി സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഭവ്യമായി അത് പറയുന്നു എന്ന് മാത്രമല്ല, ആ കമൻ്റ് അവർ അക്നോളജ് ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞ് വെറുതെ ആണോ നോക്കൂ. മനസ്സിലായി. UP സ്റ്റേറ്റ് ഈ കുംഭമേള അനുബന്ധിച്ച് വരുന്ന എന്തെല്ലാം സമ്മേളനങ്ങളുണ്ട്, ഒന്നിൽ പോലും ഇവിടുത്തെ ജനങ്ങളാരും നെഗറ്റീവായതിന് ചീത്തയായ ഭാഷയിൽ ഒരു കമൻ്റ് ഇട്ട് കാണാനില്ല. ഞാനും നോക്കിയിരുന്നു കേട്ടോ, ഞാനും കണ്ടിരുന്നത്. ശരിയാണ്, കമൻ്റ് ഇടുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കുക, യോഗി അടക്കം അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നതിനെ അംഗീകരിക്കുന്നുണ്ട്, അല്ല അതിനൊരു തക്കതായ മറുപടി കൊടുക്കണം. അത് അംഗീകരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. അത് വെറുതെ അല്ല. നമ്മളെ ഭരണവിഭാഗവും ജനങ്ങളും ഒരുപോലെയാണ്. ഭരണഭാഗം നിങ്ങൾക്കറിയാം, മന്ത്രിമാർ പറയുന്ന ഭാഷ നിങ്ങൾ കേട്ടില്ലേ? കാമായി ഓ പ കെ ചാ പാമ ഏതെങ്കിലും അക്ഷരം ഉപയോഗിക്കാത്തുണ്ടോ? ഇല്ലേ? നമ്മളെ മണിയുടെ പിണറായിയുടെയൊക്കെ ഭാഷ ഞാൻ പച്ചയായിട്ട് പറയാം. അവിടെയൊക്കെ ഭാഷ നോക്കും. ഏട്ടാ പോടാ, കടന്നു പോടാ, കടക്കട, ഇല്ലേ? നിങ്ങളിവിടെ എവിടെയെങ്കിലും കേട്ടോ പറയുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് അതിൻ്റെ അതോറിറ്റി നിങ്ങൾ നോക്കൂ. മിലിറ്ററിയാണ്,
ചവിട്ടി കൂട്ടി പുറത്തേക്കാക്കാനുള്ള അധികാരമില്ല, അവർക്ക് ആലോചിച്ച് നോക്കും. നിസാരം നമ്മൾ ശബരിമല ചെല്ലുമ്പോൾ തന്നെ തിരക്കാണ് അംഗീകരിക്കണം, എങ്കിലും അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരുടെ അപ്രോച്ച്. ശബരിമല എൻ്റെ അനുഭവം ഞാൻ പറയണം. നടയിൽ ചെന്നുള്ള അനുഭവം എനിക്ക് ഇവിടുത്തെ ഭാഷയിൽ പറയാൻ പറ്റില്ല, അറിയോ? ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ ചെന്നുള്ള വർത്താനം എനിക്ക് ഈ മീഡിയയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് തനിയും അത് തന്നെയാണ്. ആലോചിച്ച് നോക്കും. ഞാൻ പച്ചയായിട്ടാണ് പറയുന്നത്. ഞാൻ പച്ചയായിട്ട് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. എൻ്റെ ലോക്കൽ ക്ഷേത്രമാണ്, എൻ്റെ പരിസരത്തുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ. ആ നടയിൽ ചെന്ന് കേൾക്കുന്ന വർത്തമാനമൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ ഭേദം ഫേസ്ബുക്കാണ്. നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളെ മന്ത്രിസഭയിൽ നമ്മളെ മന്ത്രിമാർ ഉപയോഗിക്കുന്ന ഭാഷ എന്ത് സംസ്കാരം ഒന്ന് പറയൂ. പിന്നല്ലേ ജനങ്ങൾ നമ്മുടെ നാട്ടിലൊരു പറയും ആശാൻ വെയിൽ ചാടിയാൽ മറ്റേ മക്കൾ മതിലും അതിൻ്റെ മേലുള്ളതും ചാടുന്നു. ശരിയല്ലേ? ശരിയാണ്. ഇതല്ലേ ശരി? നിങ്ങൾ ഇവിടെ കണ്ടില്ലേ? നിങ്ങൾ ആലോചിക്കൂ. യോഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഞാനതിൻ്റെ രാഷ്ട്രീയമോ അതിൻ്റെ ആത്മീയമോ ഒന്നും പറയില്ല. ശരിക്കും സാത്വികനാണ് അല്ലേ? അതെ, സാത്വികനാണ്. ആ ഒരു മാനേജ്മെന്റ് ഭാഷയിൽ പോലും അദ്ദേഹത്തിന്. ഇനി അതുമല്ല, നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇതിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഭാംഗങ്ങളും ഇൻവോൾവ്ഡ് ആണ്. അതെ, പങ്കാളികളാണ് തീർച്ചയായിട്ടും. അങ്ങനെയല്ലേ? അതെ, അവർ ദൂരെ നിന്നിട്ട് അവിടെ ഭരിക്കല്ല ചെയ്യുന്നത് അല്ലേ? നമ്മൾ കണ്ടതാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെയാണോടാ കൃഷ്ണൻ ഇരിക്കണേ എന്ന് ചോദിച്ചില്ലേ? ഇയാൾ അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ ഇഞ്ച് ബൈ ഇഞ്ച് എന്ന് മൂപ്പരെടുത്ത് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ മൂപ്പര് പറയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പുള്ളി അതാത് ദിവസങ്ങളിൽ ഇവിടെ വരുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും വരാറുണ്ടോ? എന്തെങ്കിലും ചടങ്ങിൽ നമ്മളെ മന്ത്രിമാർ ഒന്നും വേണ്ട, നമ്മളവിടെ എന്താ കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യാറുണ്ട്. മറ്റേ ദേവസ്വം മന്ത്രിമാരുടെ തന്നെ കണ്ടിട്ടില്ലേ? അമ്പലത്തിന്റെ ക്ഷേത്രത്തിൽ കണ്ടില്ല ഞങ്ങൾ ദേവസ്വം മന്ത്രി നിൽക്കുന്ന ഇപ്പം കണ്ടില്ലേ? വല്ല മറ്റേ മാർക്കറ്റിൽ പോയാൽ മാതിരി. മാർക്കറ്റിലെല്ലാം എനിക്ക് പറയാൻ വൃത്തിയിട്ട ഭാഷയുണ്ട് ഇല്ലേ? ശരിയാണോ? നിങ്ങളിവിടെ കണ്ടു എത്ര ഭവ്യത ആലോചിച്ചു. ഓരോ വ്യക്തിയും ഇവിടെ തെരുവിലുള്ള യാചകർ പോലും നമ്മളോട് ഇപ്പോൾ എന്താ പറയുക, ഭവ്യതയാണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു ഭരണാധികാരിയുടെ ശിഷ്യന്മാരായതുകൊണ്ടാണ്. സത്യം. ശരിയല്ലേ? ശരിയാണ്. ഈ എടാ പോടാന്ന് പറയുന്ന മന്ത്രിമാർ പ്രജകളെങ്ങനെ ഇരിക്കും? അതായത് പച്ചയായ ഭാഷ ഇതാണ്. ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിം ഭാഷയിൽ വേറൊന്ന് പറയും, മുല്ലാക്ക നിന്ന് പാത്തിയ കുട്ടികൾ നടന്ന് പാത്തുന്നു. നമ്മളാണെങ്കിൽ ആശാൻ വേലി ചാടിയ കുട്ടികൾ മതിൽ ചാടുമെന്ന് പറയും. ഇതല്ല നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം. ഇത് പറയുന്ന ഭരണാധികാരികളുടെ പ്രജകൾ ഫേസ്ബുക്കിൽ ഈ ഭാഷ പറയുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. ഇത് പറഞ്ഞാൽ അവരുടെ അടുത്ത് വല്ല മറുപടി ഉണ്ടോ? അത് പറഞ്ഞാൽ അതിലും വൃത്തികെട്ട ഭാഷയാണ് മണിയുടെ മറുപടി. മനുഷ്യാൻ്റെ ശരിയല്ലേ? ഭാഷ എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ ഭാഷയെ പറയാൻ വയ്യ. നമ്മൾ പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വന്നപ്പോൾ അതേമാതിരി നിങ്ങളൊക്കെ ആലോചിച്ചു, ഇവിടെ വന്ന ആരെങ്കിലും ഈ കുമ്പങ്ങളെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു? ആരും പറയാനില്ല. ഇവിടെ സന്ദർശിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിലും പറയാൻ കഴിയും. എത്രത്തോളം സുരക്ഷ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസത്തെ പെണ്ണിയാന്ന് എൻ്റെ ഇവിടെ തന്നെ താമസിച്ച 1-2 പേര് അവിടെ ബാഗ് പിക്ക് പോക്കറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതെന്താ വെച്ചാൽ ആളുകൾ തമ്മിലാണ്. അത് ഇവിടുത്തെ ലോക്കൽ നമ്മളെയൊക്കെ മിക്കവാറും നമ്മളെ ആളുകൾ തന്നെ ആയിരിക്കും. ആ ശ്രദ്ധിക്കാത്ത കാര്യം ഇവരെ സുരക്ഷാ സംവിധാനത്തിൽ പെടാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും തിക്കും തിരക്കുവാണെന്നൊക്കെ തിങ്ങി നിൽക്കുന്നത്. ഞാൻ ഈ നിസ്സാരം പറയും, ഇന്ന് രാവിലെ കുളിക്കാനായിട്ട് അവിടെ സ്നാനഘട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗുണ്ട്, എൻ്റെ വാല്യുബിൾസ് എല്ലാം അതിനകത്തുണ്ട്. ഇതാരെ ഏൽപ്പിച്ച് പോകുന്നൊരു ധാരണ എനിക്കില്ല. കാരണം ഇതുമായിട്ട് അങ്ങ് പോകാൻ പറ്റില്ല. ഞാൻ പതുക്കെ തോർത്തുവൊക്കെ ഊരി അല്ല തോർത്തുവൊക്കെ ഉടുത്ത് പതുക്കെ ഇല്ല പ്രശ്നമില്ല, തോർത്തുവൊക്കെ ഉടുത്ത് പതുക്കെ ഇറങ്ങാനായിട്ട് ബാഗുമൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു അച്ഛനും ഒരു കുട്ടിയും കൂടെ നിൽപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ഭാഗം നോക്കിക്കോളാമോ? എന്നാലും നമ്മുടെ നാട്ടിലെ ആ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നതുകൊണ്ട് എനിക്ക് സംശയമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, താങ്കൾ ധൈര്യമായിട്ട് പോയി കുളിച്ചിട്ട് വന്നോളൂ. ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് അറിയാൻ പോലില്ല. അവർ എന്നല്ല എൻ്റെ ഫോട്ടോ കൂടി എടുത്തു. കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ തിരിച്ചു വരുന്നവരെ നോക്കി താഴ്ന്ന ആളുകൾ കൊടുത്ത് അവരത് അടിച്ച് മൊത്തം അടിച്ചുകൊണ്ട് പോകും. നല്ല സാധിക്കാണ് അവരെ പടം ഞാൻ എടുത്തു കൊടുത്തു. ഞാൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എൻ്റെ കൂടെ ആരുമില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ല, എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒരു കളവോ ചിത്തായ പെരുമാറ്റം ഇല്ല. പിന്നെ വരുന്ന ആളുകൾ തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ആയിരക്കണക്കിന് കാര്യങ്ങൾക്കിടയിൽ ചിലപ്പോൾ അതിനകത്തൊരു 4-5 മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അതിനെയല്ല നമ്മൾ കാണേണ്ടത്. അത് ഇവരെ ശ്രദ്ധയപ്പെട്ടാൽ അവരത് ഞാൻ കണ്ടു. മറ്റേ ടോയ്ലറ്റിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓരോ ടോയ്ലറ്റിന് മുമ്പിലും എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയല്ല, അത് മോണിറ്ററിംഗ് അവരുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ മോണിറ്ററിംഗ് സംവിധാനം. ഇപ്പം നിങ്ങൾ രാത്രി ഇവിടെ എയർ പെട്രോൾ കണ്ടില്ലേ? കണ്ടു. പിന്നെ ഇന്നലെ രാത്രി നേരം വെളുക്കോളുണ്ടല്ലോ. നിസാരം ഈ ഒരു ഇതിൻ്റെ സൈഡിൽ ആ പോലീസുകാർ 2 പേര് തണുപ്പും കൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ശരി, സന്തോഷം. ഇതൊക്കെയാണ് ഇവിടുത്തെ അനുഭവങ്ങൾ. നമ്മൾ പഠിക്കണം കുറച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ സന്തോഷം. ശരി, നമസ്കാരം. ഓക്കെ.